ആരോ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. വളരെ പതുക്കെ കേട്ടോ, ഒറ്റയടിക്ക് വരില്ല, അല്പം പതുക്കെ നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വരുന്നുണ്ട്. ആരാണ് വരുന്നത്? ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവറിന് വേണ്ടിയിട്ട് ആരാണ് വരുന്നത്? അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് വരുന്നത്? ഈ ഒരു റിലേഷൻഷിപ്പിനെ വെച്ചിട്ട് പേടിയുള്ള ഒരാൾ, ഇല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ, ഡിപ്രഷൻ, ആൻസൈറ്റി ഇല്ലെങ്കിൽ ഫിയറൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്യധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് വരുന്നത്. ഇത് എർത്ത് സയൻസിനുള്ള മെസ്സേജാണ്. കൂടുതലും എല്ലാ സയൻസുമായിട്ട് റെസനേറ്റ് ആവും. സ്റ്റിൽ വെർഗോ, കാപ്രിക്കോൺ, അതുപോലെ തന്നെ എർത്ത് സയൻസ്, ടോറസ്, ഈ 3 സോഡിയാക്കാണ് എനിക്കിവിടെ എനർജി കൂടുതൽ കാണുന്നത് കേട്ടോ. എനർജിയിൽ കാര്യമില്ല, ഐ മീൻ സോഡിയാക് സയൻസിൽ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. എങ്കിലും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നാണ് എനിക്ക് കാണുന്നത്. വേറെന്താണ് ആ പേഴ്സൺ എൻ്റെ വ്യൂവറിൻ്റെ അടുത്തേക്ക് വരുന്നതിന് എന്ത് റീസണാണുള്ളത്? നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ട്. മേ ബി ഒരു ഫൈറ്റ് ആവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ആവാം, ഇല്ലെങ്കിൽ പിണക്കങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് പോലെ എനിക്ക് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരാൾ അടുത്ത ആൾ സ്നേഹിച്ച അത്രയും അടുത്ത ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ആയിട്ട് മറ്റാരെങ്കിലും വന്നിരിക്കാം. ഈ കാരണങ്ങൾ എന്തെങ്കിലും കൂടെ ആവാം. ഓക്കെ, ഇവിടെ കോൺഫിഡൻസ് കുറവാണ്, വളരെ കോൺഫിഡൻസ് കുറവാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറവാണ്, ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് കുറവാണ്, ഇല്ലെങ്കിൽ രണ്ടുപേർക്കും കോൺഫിഡൻസ് കുറവാണ്. എന്താണ് എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവറിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ്? ആ പേഴ്സൻ്റെ സൈഡിൽ നിന്നുള്ള മെസ്സേജ്. ആ പേഴ്സൺ വരുന്നുണ്ട്. ആ പേഴ്സൺ ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഒരു അപ്പോളജി ആയിട്ട് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇഷ്ടം തുറന്നു പറയാനോ മറ്റോ ആയിട്ട്. ദാറ്റ് പേഴ്സൺ ഹാസ് എ മെസ്സേജ് ഫോർ യു. ആ പേഴ്സൺ എന്തോ കാര്യം പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എന്ത് കാര്യം പറയാനാണ് വരുന്നത്? യെസ്, ഒരു റിയൂണിയൻ ആണ് കാണുന്നത്. അങ്ങനെ എന്തോ കാര്യം റിലേറ്റഡ്, എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കാം, മേ ബി സെലിബ്രേഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു റിയൂണിയൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പോലെ ആയിരിക്കാം വരുന്നത്. എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ? എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ? ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത് കേട്ടോ. ഒരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. നിങ്ങളായിട്ട് റെസനേറ്റ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് നിങ്ങൾക്ക് റീഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.